السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه الغر الميامين ومن تبعهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. وقال سيدنا وحبيبنا محمد صلى الله عليه وسلم: يقول الله تبارك وتعالى: من عادى لي وليا فقد آذنته بالحرب، أو كما قال عليه الصلاة والسلام. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ പ്രചരണത്തിനുമായി സാധിക്കുന്ന മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് ദീനിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാറുൽ അൽ ഇസ്ലാമിയ ഓച്ചിറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സയ്യിദ് ഹസൻ അക്കാദമി, അതുപോലെ തന്നെ ജമിയത്തുൽ ഉലമാ ഹിന്ദ് കേരളയുടെ ഓച്ചിറ യൂണിറ്റ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ അദമത്തെ സഹാബ ഓൺലൈൻ കോൺഫറൻസ്, ഇത് ഏകദേശം 5 ദിവസം പിന്നിട്ട് 6ാമത്തെ ദിവസമാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും ഉയർന്ന നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ദീനിൻ്റെ സംരക്ഷകരായി അല്ലാഹു നാം ഏവരെയും ഖബൂലാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന മാനവരാശിയുടെ മാർഗദർശനത്തിനായി അന്ത്യപ്രവാചകനായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുമ്പോൾ അത്യപൂർവമായ അർപ്പണബോധത്തോടെ ഒരുപറ്റം സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും കൂടിയത്, തങ്ങളുടെ കയ്യും കാലുമായി മാറിയത്, തങ്ങളുടെ ആ ദൗത്യ നിർവഹണത്തിൽ അവരുടേതായ എല്ലാം അർപ്പിക്കാൻ തയ്യാറായത് ഇതൊരു യാദർച്ഛികതയല്ല, മറിച്ച് തീർത്തും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള ഒരു നിയോഗമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഉവൈമ ബിൻ സാഇദ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: ഇന്നല്ലാഹ ഇഖ്താറനി വഖ്താറ ലി അസ്ഹാബൻ ഫജഅല ലി മിൻഹും വുസറാഅ വഅൻസാറൻ വഅസ്ഹാറ. അല്ലാഹു എന്നെ തിരഞ്ഞെടുത്തതുപോലെ എനിക്ക് എൻ്റെ സഹാബത്തിനെയും തിരഞ്ഞെടുത്തു തന്നു. അല്ലാഹു അവരിൽ നിന്നും എനിക്ക് വേണ്ടി മന്ത്രിമാർ, സഹായികൾ, അതുപോലെ തന്നെ വിവാഹബന്ധങ്ങൾ എല്ലാം നൽകി അനുഗ്രഹിച്ചു എന്ന് തങ്ങൾ അരുളിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാന്മാരായ സഹാബാക്കളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലി സുഹ്ബതി നബിയിഹി വനഖ്ലി ദീനിഹി. ഈ സമൂഹമുണ്ടല്ലോ, അള്ളാഹു ഇവരെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസത്തിന്, തങ്ങളുടെ പരിശുദ്ധമായ ദീൻ ഒരു വ്യത്യാസവുമില്ലാതെ വളരെ കൃത്യമായി അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് ഈ സഹാബാക്കൾ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ മഹത്തുക്കളായ സഹാബാക്കളിലൂടെയാണ് പരിശുദ്ധമായ ദീൻ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്, പരിശുദ്ധമായ ഖുർആൻ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്.
തിരുസുന്നത്ത് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ സഹാബാക്കളിലൂടെയാണ് പരിശുദ്ധമായ ദീനിൻ്റെ പ്രാവർത്തിക രൂപം പൂർത്തിയാകുന്നത്. കാരണം ചില കാര്യങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തരിക കൂടി ചെയ്തു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നല്ല വശങ്ങൾ മാത്രമല്ല, അവൻ്റേതായ ചില ബലഹീനതകളുണ്ട്. ആ ബലഹീനതകളിൽ ചിലത് പ്രവാചകത്വം എന്ന പദവിക്ക് പോറലേൽപ്പിക്കാത്തതാണ്. അത്തരം വീഴ്ചകൾ അള്ളാഹു ആദരവായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നെ ഉണ്ടാക്കുകയും കാണിച്ചു തരികയും ചെയ്തു. ഉദാഹരണത്തിന്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരത്തിന് തൊട്ടുമുമ്പ് വിശ്രമിക്കുകയും സൂര്യൻ ഉദിച്ചതിന് ശേഷം എണീക്കുകയും ചെയ്തു. അതൊരു വീഴ്ചയാണ്, പക്ഷെ അത് നുബൂവത്തിൻ്റെ സ്ഥാനത്തിന് പോറലേൽപ്പിക്കാത്ത വീഴ്ചയാണ്. ഇതുപോലെ തന്നെ ഒരു സന്ദർഭത്തിൽ 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായി തങ്ങൾ ചുരുക്കി നമസ്കരിച്ചു. സഹ്വ് സംഭവിച്ചു, വീഴ്ച സംഭവിച്ചു, മറതി സംഭവിച്ചു. ഇതുപോലെ തന്നെ മറ്റൊരിക്കൽ 4 റക്അത്തുള്ള നമസ്കാരം നബി തങ്ങൾ 5 റക്അത്തായി നമസ്കരിച്ചു. ഇങ്ങനെയുള്ള വീഴ്ചകൾ ഇത് തങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പരിഹാരം തങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഉമ്മത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ മനുഷ്യ സംബന്ധമായ ചില വീഴ്ചകളും അബദ്ധങ്ങളും ഒക്കെയുണ്ട്. അത് പ്രവാചകത്വത്തിന് യോജിച്ചതല്ല. അത്തരം കാര്യങ്ങൾ അള്ളാഹു ഉമ്മത്തിന് പഠിപ്പിക്കുന്നതിന് വേണ്ടി സഹാബത്തിനെ തിരഞ്ഞെടുത്തു. ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാഇസുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ, അവരിൽ നിന്നും വ്യഭിചാരമെന്ന ഗുരുതരമായ തെറ്റുണ്ടാകുന്നു. ഇതുപോലെ തന്നെ ചിലർ മദ്യപാനം നടത്തുന്നു, ചിലർ മോഷണം നടത്തുന്നു. ഈ വീഴ്ചകൾ ഇത് പ്രവാചകത്വത്തിന് യോജിച്ചതല്ലാത്തതുകൊണ്ട് സഹാബത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് കാണിച്ചു തരുന്നു, പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ അവരിൽ നിന്നും ആ വീഴ്ചകൾ ഉണ്ടാവുകയും തുടർന്ന് അവരിൽ ശരീഅത്ത് നിശ്ചയിച്ചിട്ടുള്ളതായ ശിക്ഷകൾ നടപ്പാക്കപ്പെടുകയും അതിനുശേഷം അവരുടെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണങ്ങൾ, തൗബകൾ, ഇതൊക്കെ അള്ളാഹു ഉമ്മത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു, പാഠമാക്കുകയായിരുന്നു. ഇതേ ഗണത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസവും തുടർന്നുണ്ടാകുന്ന കടുപ്പമുള്ള സമീപനങ്ങളും മറ്റും. ഇത് പ്രവാചകത്വത്തിന് യോജിച്ചതല്ല. അതുപോലെ തന്നെ തങ്ങളുടെ കാലഘട്ടത്തിലും ഉണ്ടാകാൻ പറ്റുന്നതല്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ മഹാന്മാരായ സഹാബാക്കളിലൂടെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അത് അവസാനം യുദ്ധം വരെ എത്തുകയുണ്ടായി. ഇത് മഹാന്മാരായ സഹാബാക്കളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു, പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. മനുഷ്യ സഹജമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. ചിലപ്പോൾ അത് വളരെ ഗുരുതരമായ അവസ്ഥകളിലേക്ക് കൊണ്ടെത്തിക്കാം. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ആ സാഹചര്യങ്ങൾ നമ്മൾ നേരിടണം, ഇത് മഹാന്മാരായ സഹാബാക്കളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് പഠിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇവിടെ മഹാന്മാരായ സഹാബാക്കളെക്കുറിച്ച് പ്രത്യേകിച്ചും അവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ, പൊതുവെ മുഷാജറത്തു സഹാബ എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാറുള്ളത്. സഹാബാക്കളെക്കുറിച്ച് പൊതുവായും പ്രത്യേകിച്ചും അവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, വിശകലനം നടത്തുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, സഹാബാക്കളെക്കുറിച്ചുള്ള പഠനം, അവരുടെ ചരിത്രമാകട്ടെ, അവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഇത് ഫന്നുൽ ഹദീസിൻ്റെ, ഇൽമുൽ ഹദീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇൽമുൽ ഹദീസിൻ്റെ വിജ്ഞാന ശാഖകൾ, അതിൻ്റെ ഉപശാഖകൾ മഹാനായ ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മുഖദ്ദമത്ത് ഇബ്നു സലാഹിൽ എണ്ണുന്നുണ്ട്. അതിൽ 39ാമതായിട്ട് എണ്ണുന്നത് മഅരിഫത്തു സഹാബ, സഹാബാക്കളെക്കുറിച്ചുള്ള പഠനം എന്നതാണ്. മാത്രവുമല്ല, ഒരു പടി കടന്ന് നമ്മൾ പറയുകയാണെങ്കിൽ സഹാബാക്കളെക്കുറിച്ചുള്ള ചർച്ചകൾ, സഹാബാക്കൾ എന്ന അധ്യായം അത് അഖീദയുടെ ഒരു ഭാഗമാണ്.
അഖീദയുടെ, ഉസൂലുദ്ദീനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സഹാബാക്കൾ എന്നുള്ളത്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട, ആദ്യകാലങ്ങളിൽ രചിക്കപ്പെട്ട അഖീദയുടെ കിതാബാണല്ലോ അൽ അഖീദത്തു തഹാവിയ്യ. ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഗ്രന്ഥം. അതിൽ നമുക്ക് കാണാം വനുഹിബ്ബു അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ സഹാബാക്കളെ നാം സ്നേഹിക്കുന്നു. അഹ്ലുസുന്നയുടെ നിലപാടുകൾ എണ്ണി പറയുകയാണ് അദ്ദേഹം. വല നുഫ്രിത്തു ഫീ ഹുബ്ബി അഹദിൻ മിൻഹും, അവരിൽ ആരോടുമുള്ള സ്നേഹത്തിൽ നമ്മൾ അതിര് കടക്കില്ല. വല നതബറഉ മിൻ അഹദിൻ മിൻഹും, അവരിൽ ആരിൽ നിന്നും ഞങ്ങൾക്ക് അവരുമായി ബന്ധമില്ല എന്നൊരു സഹാബാക്കളെക്കുറിച്ചും ഞങ്ങൾ പറയില്ല. വനുബ്ഗിദു മൻ യുബ്ഗിദുഹും, ആ സഹാബത്തിനോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവരോട് ഞങ്ങൾ അഹ്ലുസുന്ന ദേഷ്യം വയ്ക്കും. വബിഗൈറിൽ ഹഖ് യദ്കുറുഹും, അനാവശ്യമായ കാര്യങ്ങൾ, അനാവശ്യം അവരെ സംബന്ധിച്ച് പറഞ്ഞു പ്രചരിപ്പിക്കുന്നവർ, അവരോടും ഞങ്ങൾ ദേഷ്യം വെച്ച് പുലർത്തും. വല നദ്കുറുഹും ഇല്ലാ ബിഖൈറിൻ, അവരെക്കുറിച്ച് ഖൈറ് മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ. വഹുബ്ബുഹും, അവരോടുള്ള സ്നേഹം, വഹുബ്ബുഹും ദീനുൻ വ ഈമാനുൻ വ ഇഹ്സാൻ, അവരോടുള്ള സ്നേഹം അത് ദീനാണ്, ദീനിൻ്റെ ഭാഗമാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വബുഗ്ളുഹും കുഫ്റുൻ വനിഫാഖുൻ വതുഗ്യാൻ, അവരോടുള്ള ദേഷ്യം, അവരോടുള്ള വെറുപ്പ് അത് കുഫ്റാണ്, നിഷേധമാണ്. വനിഫാഖുൻ കപടവിശ്വാസമാണ്. വതുഗ്യാനുൻ അതിർലംഘനമാണ് എന്ന് മഹാനായ ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി കുറിക്കുന്നു. അവിടെ നിങ്ങോട്ടുള്ള അഖീദയുടെ കിതാബുകൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും, അതിലെയെല്ലാം പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സ്വഹാബത്തുൽ കിറാം. ഇങ്ങനെ ഹദീസിൻ്റെ അതുപോലെ തന്നെ അഖീദയുടെ ഒരു അധ്യായമായതുകൊണ്ട് തന്നെ വെറും ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്ന സംഭവങ്ങൾ അടിസ്ഥാനമാക്കി സഹാബാക്കളെ വിലയിരുത്താൻ നമുക്ക് സാധിക്കില്ല. ഹദീസിലും അഖീദയിലുമെല്ലാം ഏത് വിഷയം സമർത്ഥിക്കണമെങ്കിലും ഒന്നുകിൽ ഖുർആനിൻ്റെ ആയത്ത് തെളിവായി വേണം, അല്ലെങ്കിൽ സഹീഹായ ഹദീസുകൾ തെളിവായി വേണം. അല്ലാതെ വെറും ചരിത്രപരമായ റിവായത്തുകൾ ഇത് പറഞ്ഞിട്ട് അത് നമുക്ക് തെളിവാക്കാൻ സാധ്യമാകുന്നതല്ല. ഇവിടെ ചിലപ്പോൾ ചരിത്രകാരന്മാർ, ചരിത്ര ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളവർ പ്രഗത്ഭ പണ്ഡിതരായിരിക്കാം. ഇമാം ദഹബിയെപ്പോലെ, ഇബ്നു കസീറിനെ പോലെ, അതുപോലെ തന്നെ ഇമാം തൊബരിയെ പോലെ, ഇബ്നുൽ അസീറിനെ പോലെ വലിയ മുഹഖിഖുകളായ പണ്ഡിതന്മാരായിരിക്കാം. പക്ഷേ അവർ രചിക്കുന്നത് ചരിത്രമായതുകൊണ്ട് ആ ചരിത്രം എന്ന വിജ്ഞാന ശാഖയിൽ, ആ ഫന്നിൽ ഉള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും അവർ കാര്യങ്ങൾ പറയുന്നത്. ആ ഗ്രന്ഥങ്ങളിലാണെങ്കിൽ പോലും, അതിൽ വന്ന റിവായത്തുകളാണെങ്കിൽ പോലും അത് സഹാബത്തിൻ്റെ മഹത്വം, അവരുടെ സ്ഥാനം പറയുന്ന ആയത്തുകൾ, അതുപോലെ തന്നെ ഹദീസുകൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ അതെല്ലാം നമ്മൾ കേട്ടതാണ്. അതിന് എതിരായിട്ടാണ് ഈ ചരിത്ര സംഭവങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ ആയത്തും അതുപോലെ തന്നെ സഹീഹായ ഹദീസുകളും എടുക്കും, ഈ ചരിത്ര സംഭവങ്ങൾ മാറ്റിവെക്കും. ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതായ ശൈലി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇമാം ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൻ്റെ ശാഖകൾ അതിനെ എണ്ണുന്ന കൂട്ടത്തിൽ മഅരിഫത്തു സഹാബയെക്കുറിച്ച് പറയുകയുണ്ടായി 39-ാം നമ്പറിൽ. എന്നിട്ട് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട ഉജ്ജ്വലമായ ഗ്രന്ഥമാണ് ഇമാം ഇബ്നു അബ്ദുൽ ബറിൻ്റെ അൽ ഇസ്തിആബ്. വമിൻ അജല്ലിഹാ വ അക്സരിഹാ ഫവായിദ് കിതാബുൽ ഇസ്തിആബ് ലിബ്നു അബ്ദുൽ ബർ. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് എന്ന് ഇമാം ഇബ്നു സലാഹ് ചൂണ്ടിക്കാട്ടുന്നു. ലൗലാ മാ ഷാനഹു ബിഹി മിൻ ഇറാദിഹി കസീറൻ മിമ്മാ ഷജറ ബൈന الصحابة وحكاياته عن الأخباريين للمحدثين وغالب على الأخباريين الإكثار والتخليط فيما يروونه. ഇമാം ഇബ്നു അബ്ദുൽ ബറിൻ്റെ അൽ ഇസ്തിആബ് ഫി മഅരിഫത്തിൽ അസ്ഹാബ്, ഇത് ഉജ്ജ്വലമായ ഗ്രന്ഥമാണ് ഈ വിഷയത്തിലുള്ള. എന്നാൽ
അതിലെ വലിയൊരു കുഴപ്പവും ന്യൂനതയുമാണ് മഹാന്മാരായ സഹാബാക്കളുടെ ഇടയിലുണ്ടായ അഭിപ്രായ ഭിന്നതകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചരിത്രകാരന്മാരിൽ നിന്നും ധാരാളം സംഭവങ്ങൾ ആ കിതാബിൽ ഇസ്തിആബിൽ ഉൾക്കൊള്ളിച്ചു എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം, ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ശരിയും തെറ്റുമെല്ലാം കലർത്തുക, അതുപോലെ തന്നെ ധാരാളമായി കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ചരിത്രകാരന്മാരിൽ നിന്നും ഈ സംഭവങ്ങൾ ഇവിടെ ഉദ്ധരിച്ചത് ഈ കിതാബിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോരായ്മയായി പോയി എന്ന് മഹാനായ ഇമാം ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അദ്ദേഹം മാത്രമല്ല, ഈ കാര്യം ഇമാം നവവി, ഇമാം സുയൂത്തി, ഇമാം സഖാവി ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സഹാബാക്കളുടെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തീർത്തും ആധികാരികമായ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം എടുക്കണം, അല്ലെങ്കിൽ വലിയ അബദ്ധം സംഭവിക്കും എന്നതിന് ഒരു ഉദാഹരണം ഇവിടെ പറയുകയാണ്. പൊതുവെ പറയുന്നത് ഖളിയത്തു തഹ്കീം എന്നാണ് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിൽ യുദ്ധം നടക്കുന്നു. ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ പരസ്പരം സന്ധിയാകാം എന്ന് രണ്ടു കൂട്ടരും തീരുമാനിച്ചു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തു നിന്നും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തു നിന്നും ഈ സന്ധി സംഭാഷണത്തിനായി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നിശ്ചയിക്കപ്പെടുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഇവർ ദൗമത്തുൽ ജന്തൽ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു. ആദ്യം ഞാൻ ഈ പറയുന്നത് പ്രസിദ്ധമായ, നമ്മുടെ ഇടയിൽ പ്രചരിച്ചിട്ടുള്ള സംഭവമാണ്. രണ്ടുപേരും ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും തീരുമാനിക്കുന്നു, നമുക്ക് രണ്ടുപേരെയും, എൻ്റെ ആളായ അലിയെയും താങ്കളുടെ ആളായ മുആവിയെയും രണ്ടുപേരെയും നമുക്ക് അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കാം. രണ്ടുപേരും ഖലീഫമാരല്ല. എന്നിട്ട് മുഴുവൻ ഉമ്മത്തും ഐക്യകണ്ഠേന പുതിയൊരു ഇമാമിനെ, ഒരു അമീറിനെ, ഒരു ഖലീഫയെ തീരുമാനിക്കട്ടെ എന്ന് ഇവർ രണ്ടുപേരും ചർച്ച ചെയ്ത് തീരുമാനിച്ചു. എന്നിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ചാണക്യനായ അംർ ഇബ്നുൽ ആസ് എന്നാണ് പറയാറുള്ളത്, അദ്ദേഹം അബൂ മൂസ അശ്അരിയോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം പ്രഖ്യാപിക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രഖ്യാപിക്കാം. അങ്ങനെ ആദ്യം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എണീറ്റ് നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും പരസ്പരമുള്ള രക്തച്ചൊരിച്ചിൽ ഒഴിവാകാൻ വേണ്ടിയും ഞങ്ങളൊരു തീരുമാനത്തിലെത്തി അത് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അംഗീകരിക്കുന്ന അലി ഇബ്നു അബി ത്വാലിബിനെയും ഇദ്ദേഹം അംഗീകരിക്കുന്ന മുആവിയ ബിൻ അബി സുഫിയാനെയും ഞങ്ങൾ ഇതാ പുറത്താക്കിയിരിക്കുന്നു. ഇനി ഉമ്മത്ത് പുതിയൊരാളെ തിരഞ്ഞെടുത്തു കൊള്ളട്ടെ എന്ന് പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം ഇരുന്നു. അതിനുശേഷം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എണീറ്റു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആളായ അലി ഇബ്നു അബി ത്വാലിബിനെ പുറത്താക്കിയതുപോലെ ഞാനും അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. എന്നാൽ എൻ്റെ ആളായ മുആവിയത്ത് ബിൻ അബി സുഫിയാനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് തന്നെ ഞാൻ നിലനിർത്തുന്നു എന്ന് പറയുകയും പിന്നെ ഇവരുടെ ഇടയിലും ഇവരോടൊപ്പം ഉണ്ടായിരുന്നവരുടെ ഇടയിലും വലിയ പ്രശ്നങ്ങൾ, ഒച്ചപ്പാട്, ബഹളം ഉണ്ടാവുകയും അങ്ങനെ അവർ അടിച്ചു പിരിയുകയും ചെയ്തു എന്നാണ് പൊതുവെ ഈ സംഭവം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ആധികാരികം എന്ന് പറയപ്പെടുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ സംഭവം ഇങ്ങനെ തന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഖാദി അബൂബക്കർ ഇബ്നുൽ അറബി, ഒരു സൂഫി വര്യനുണ്ട് ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹമല്ല, ഒരു ഫഖീഹും മുഹദ്ദിസും ഉസൂലിയുമൊക്കെ ആയ ഖാദി അബൂബക്കർ ഇബ്നുൽ അറബി അൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അൽ അവാസിം മിനൽ ഖവാസിം ഫി തഹ്ഖീഖി മവാഖിഫി സഹാബത്തി ബഅദ വഫാത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ പറയുന്നു, വളരെ ഉജ്ജ്വലമായ ഗ്രന്ഥമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു കിതാബാണ് അൽ അവാസിം മിനൽ ഖവാസിം എന്ന കിതാബ്. അതിൽ ഈ സംഭവം ഇങ്ങനെ തന്നെ ഉദ്ധരിച്ചതിന് ശേഷം മഹാനവറുകൾ പറയുന്നത്, സഖാഫത്തുൻ, വളരെ വില കുറഞ്ഞ ഒരു സംഭവമായി പോയി. ഹമല അല കിതാബത്തിഹ അദമുദ്ദീനി അവിൽ ജഹ്ലുൽ ബയ്യൻ. ഇത് ഉദ്ധരിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് ഒന്നുകിൽ ദീനില്ലായ്മ അല്ലെങ്കിൽ വ്യക്തമായ വിവരക്കേടാണ് ഇവരെ ഇത് എഴുതാൻ പ്രേരിപ്പിച്ചത്. ആ സംഭവം ഫുൾ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ആദാ കുല്ലുഹു കദിബുൻ സിറാഹുൻ,
ഇത് പച്ചക്കള്ളമാണ്. മാ ജറാ മിൻഹു ഹർഫുൻ ഖത്തു, ഈ പറഞ്ഞതിൽ ഒരക്ഷരം പോലും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. വഇന്നമാ ഹുവ ശൈഉൻ ഇഖ്തറഅത്ഹുൽ മുബ്തദിഅ വവദഅത്ഹു التاريخية للملوك فتوارثته أهل المجانة والجهارة بمعاصي الله والبدع. പുത്തൻവാദികൾ പുതുതായി ഉണ്ടാക്കിയെടുത്ത മെനഞ്ഞെടുത്തൊരു സംഭവം മാത്രമാണ് സഹാബാക്കളെ കരിവാരിത്തേക്കാൻ, രാജാക്കന്മാരെ പ്രീതിപ്പെടുത്താൻ ചരിത്രകാരന്മാർ അടിസ്ഥാനരഹിതമായി ഉണ്ടാക്കിയതാണ്. പിന്നീട് അവരെപ്പോലുള്ള മോശപ്പെട്ടവർ, പച്ചയായി തിന്മകൾ ചെയ്യുന്നവർ അത് ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതാണ്. ഈ സംഭവം തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന് മഹാനവർകൾ പറയും. എന്തുകൊണ്ടാണ് നമ്മളിത് അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നത്? ഒന്നാമതായി, മുആവിയ റളിയല്ലാഹു അൻഹു അന്ന് ഖലീഫയായിരുന്നില്ല എന്നല്ല, അദ്ദേഹം താൻ ഖലീഫയാകണം എന്ന് വാദിച്ചിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ ബാക്കിയാക്കി മറ്റേ അദ്ദേഹത്തെ ഒഴിവാക്കി എന്നൊക്കെ പറയാം? ഇവരുടെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനം ആര് അമീറാകണം എന്നല്ല, ഞാൻ അമീറാകണം എന്ന് അലി റളിയല്ലാഹു അൻഹുവും, മറുഭാഗത്ത് ഞാൻ അമീറാകണമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവും, അതിൻ്റെ പേരിലായിരുന്നില്ല അവരുടെ ഇടയിലുള്ള തർക്കം. അങ്ങനെയായിരിക്കെ ഈ സംഭവം എങ്ങനെയാണ് ശരി എന്ന് പറയാൻ കഴിയുക? അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഈ സ്ഥാനത്തിന്, ഖിലാഫത്തിന് എന്തുകൊണ്ടും യോഗ്യനായിരുന്നു എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിരുന്നതായിട്ട് നമുക്ക് വിശ്വാസയോഗ്യമായ ഉദ്ധരണികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്, ഈ സംഭവം, അതായത് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. ആ തീരുമാനം ഞാൻ പുറകിൽ പറയാം. ആ തീരുമാനത്തിൽ എത്തിയത്, അതിന് നേതൃത്വം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തു നിന്നും അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു നേതൃത്വം വഹിച്ചത് അദ്ദേഹത്തിൻ്റെ മികവായി, ഒരു മഹത്വമായി ചരിത്രകാരന്മാർ എടുത്തു പറയുന്നു. മാത്രവുമല്ല, ഈ സംഭവത്തിലൂടെ യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഒരു മണ്ടനായിരുന്നു എന്നാണ്. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ബുഖാരി ഷരീഫിൽ അദ്ദേഹത്തിൻ്റെ ധാരാളം മഹത്വങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ധാരാളം ദൗത്യങ്ങൾ ഏൽപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലും മറ്റും അയച്ച സഹാബിയാണ് അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു. മറുഭാഗത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം ഒരു ചതിയനാണ്. ഇവിടെ കണ്ടില്ലേ ചതി കാണിച്ചത്, വഞ്ചിച്ചത് കണ്ടില്ലേ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഫത്ഹു മക്കയുടെ സന്ദർഭത്തിൽ ഹിജ്റ 8 വളരെ താമസിച്ചാണ് ഇസ്ലാം സ്വീകരിച്ചതെങ്കിലും അദ്ദേഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വളരെ അടുത്ത സഹാബിയും, അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള മഹത്തുക്കളുള്ള സൈന്യത്തിൻ്റെ അമീറായി പലപ്പോഴും നബിതങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള സഹാബിയുമാണ്. അതുകൊണ്ട് ഈ സംഭവം തീർത്തും അടിസ്ഥാനരഹിതമാണ്. പിന്നെ എന്താണ് ശരിക്കും സംഭവിച്ചത്? അതെ, ഇവർ രണ്ടുപേരെയും സന്ധിക്കായി തീരുമാനിക്കപ്പെട്ടു. അവർ ഒരുമിച്ചുകൂടി. അതിനുശേഷം അവർ തീരുമാനിച്ചു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ തങ്ങൾ ആരിലൊക്കെ തൃപ്തരാണ് എന്ന് പ്രഖ്യാപിച്ചോ അവർ ഈ കാര്യം ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്ന് തീരുമാനിച്ചാണ് ആ മഹാന്മാരായ സഹാബാക്കൾ അവിടെ നിന്നും പിരിഞ്ഞുപോയത്. ചുരുക്കത്തിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സഹാബാക്കളെക്കുറിച്ചുള്ള പഠനം വെറും ഒരു ചരിത്ര പഠനമല്ല, വെറും ഒരു ഗവേഷണമല്ല, ഹദീസിൻ്റെ ഭാഗമാണ്, അഖീദയുടെ ഭാഗമാണ്. അതുകൊണ്ട് അങ്ങേയറ്റം ആധികാരികമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമായിരിക്കണം അതിനെക്കുറിച്ച് പഠിക്കേണ്ടത്. ചരിത്ര റിവായത്തുകൾ അത് സഹാബാക്കളുടെ മഹത്വവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതായ ആയത്തുകൾ, ഹദീസുകൾക്കെതിരാണെങ്കിൽ ഒരിക്കലും അത് നാം സ്വീകരിക്കാൻ പാടില്ല. അത് നമ്മൾ മാറ്റിവെക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഈ സഹാബാക്കളുടെ ഇടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം അത് അവരുടെ ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിലാണ്, സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലല്ലായിരുന്നു. അവരുടെ ഇജ്തിഹാദ്, എൻ്റെ നിലപാടാണ് ശരി എന്ന ഒരു ബോധ്യം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരായ സഹാബാക്കളുടെ ഇടയിൽ ഈ പ്രശ്നങ്ങളുണ്ടായത്. അത് ആയിഷ, അലി റളിയല്ലാഹു അൻഹുമായുടെ ഇടയിലുള്ള പ്രശ്നമാകട്ടെ, അലി മുആവിയ റളിയല്ലാഹു അൻഹുമായുടെ ഇടയിലുള്ള പ്രശ്നമാകട്ടെ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അവരുടെ സ്വന്തമായ കണ്ടെത്തലുകളാണ്. അതിൽ ചിലർക്കൊക്കെ തെറ്റുപറ്റി എന്നത് ശരിയാണ്, സ്വാഭാവികമാണത്, തെറ്റുപറ്റി. പക്ഷേ
സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലല്ലായിരുന്നു. നമുക്ക് ഉദാഹരണത്തിന് അലി മുആവിയ റളിയല്ലാഹു അൻഹുമായുടെ ഇടയിലുള്ള പ്രശ്നം തന്നെ എടുക്കാം. അലി മുആവിയ റളിയല്ലാഹു അൻഹുമായുടെ ഇടയിൽ ദിവസങ്ങൾ പിന്നിടുന്തോറും പ്രശ്നങ്ങൾ രൂക്ഷമായി വരുന്നു. യുദ്ധത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കിയ മഹാന്മാരായ 2 സഹാബാക്കൾ അബൂദർദ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുമ, ഇവർ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ എത്തി. എന്നിട്ട് അവർ ചോദിച്ചു, യാ മുആവിയ അലാമ തുഖാതിലു ഹാദർ റജുൽ, എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ ഇദ്ദേഹത്തോട് യുദ്ധം ചെയ്യുന്നത്, അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്യുന്നത്? ഇന്നഹു ലഅഖ്ദമു മിൻക വമിൻ അബീക ഇസ്ലാമൻ, താങ്കളുടെ വാപ്പ അബൂ സുഫിയാനേക്കാൾ മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. വ അഖ്റബു മിൻക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളെക്കാൾ നബിതങ്ങളുമായി കൂടുതൽ അടുപ്പമുള്ള ആളാണ്, ചെറുപ്പം മുതൽ തങ്ങളോടൊപ്പം വളർന്ന ആളാണ്. വ അഹഖു ബിഹാദൽ അംരി മിൻക, ഈ വിഷയത്തിൽ, അതായത് അധികാരത്തിൽ താങ്കളെക്കാൾ കൂടുതൽ അർഹതയും യോഗ്യതയുമുള്ള വ്യക്തിയാണ്. എന്നിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ അലി റളിയല്ലാഹു അൻഹുവുമായി യുദ്ധം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ ഈ പറഞ്ഞതിന് ഒന്നും നിഷേധിച്ചില്ല. മഹാനവറുകൾ പറഞ്ഞു, ഉഖാതിലുഹു അലാ ദമി ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവരെ പിടികൂടി ആദ്യം അവരിൽ ഖിസാസ് നടപ്പാക്കട്ടെ, അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യാം. ഉഖാതിലുഹു അലാ ദമി ഉസ്മാൻ വ അന്നഹു ആവാ ഖതലതഹു, ഈ അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലയാളികൾക്ക് അഭയം നൽകിയിരിക്കാൻ, അവർ ഈ സൈന്യത്തിലാണുള്ളത്. ഫദ്ഹബ ഇലൈഹി വഖൂലാ ലഹു, നിങ്ങൾ 2 പേരും, അഥവാ അബൂദർദാഉം അബൂ ഉമാമയും, നിങ്ങൾ 2 പേരും അലിയുടെ അടുക്കൽ പോവുക. ഫഖൂലാ ലഹു, നിങ്ങൾ അലിയോട് പറയുക റളിയല്ലാഹു അൻഹു, ഫൽയഖിദ്നാ മിൻ ഖതലതി ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലയാളികളിൽ ഖിസാസ് നടപ്പാക്കട്ടെ അദ്ദേഹം. സുമ്മ അന അവ്വലു മൻ യുബായിഉഹു മിൻ അഹ്ലി ശാം, പിന്നെ നിങ്ങൾ നോക്കുക, ഷാമുകാരിൽ നിന്നും അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും ഞാൻ എന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രശ്നം ഖിലാഫത്തിൻ്റെതല്ല, പ്രശ്നം സ്വാർത്ഥതയുമല്ല, പ്രശ്നം അവർ ശരിയെന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. നോക്കുക, ഇമാമുൽ ഹറമൈൻ അദ്ദേഹത്തിൻ്റെ അഖീദയുടെ കിതാബ് ലുമഉൽ അദില്ല എന്ന കിതാബിൽ പറയുന്നു, വമുആവിയതു വഇൻ ഖാതല അലിയൻ, മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്തെങ്കിലും ഫഇന്നഹു കാന ലാ യുൻകിറു ഇമാമതഹു, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇമാമത്തിനെ, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിനെ മുആവിയ റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്തിട്ടില്ല. വലാ യദ്ദഇഹാ ലിനഫ്സിഹി, ഞാനാണതിന് യോഗ്യനെന്ന് അദ്ദേഹം വാദിച്ചിട്ടില്ല. വഇന്നമാ കാന യത്ലുബു ഖതലത ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലയാളികളിൽ ഖിസാസ് നടപ്പാക്കുക, അല്ലെങ്കിൽ അവരെ എനിക്ക് കൈമാറുക. ളാന്നൻ അന്നഹു മുസീബ്, അദ്ദേഹം വിചാരിച്ചത് എൻ്റെ ഈ നിലപാട് ശരിയാണെന്നാണ്. വകാന മുഖ്തിഅൻ, അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്നത് ശരിയാണ്, പക്ഷേ എൻ്റെ നിലപാടാണ് ശരി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഇതാണ് യാഥാർത്ഥ്യമെന്ന് മഹാനായ ഇമാമുൽ ഹറമൈൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. മൂന്നാമതായി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ സംഭവങ്ങൾക്ക് ശേഷം ആ മഹത്തുക്കൾക്കുണ്ടായ ആ വിഷമവും ദുഃഖവും ഇങ്ങനെയൊക്കെ ഉണ്ടായിപ്പോയതിൻ്റെ പേരിലുള്ള വിഷമം, നമ്മൾ നേരത്തെ പറഞ്ഞു മാഇസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തു നിന്നും സിനയുണ്ടായി എന്നത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തെ സ്വന്തം കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലാൻ അർപ്പിക്കുകയായിരുന്നു. സഹാബാക്കളിൽ ചിലർ അദ്ദേഹത്തെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു. അതായത് നബിതങ്ങൾ പറഞ്ഞു വിട്ടതാ, എന്നിട്ടും വന്ന് ആ ശിക്ഷ ഏറ്റുവാങ്ങിയത് കണ്ടില്ലേ. ഈ സമയത്ത് നബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ലഖദ് താബ തൗബതൻ ലൗ ഖുസിമത് ബൈന ഉമ്മത്തിൻ ലവസിഅത്ഹും. അദ്ദേഹം ചെയ്ത ആ തൗബയുണ്ടല്ലോ, അതൊരു വലിയ സമൂഹത്തിന് വീതിച്ചു കൊടുത്താലും അവർക്ക് തികയും. അത്ര വലിയ തൗബയാണ് ആ സഹാബി മാഇസ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ സംഭവങ്ങൾ, ഈ അഭിപ്രായ ഭിന്നതയും അതിന് ശേഷമുണ്ടായ ഈ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ഈ സഹാബാക്കളുടെ തൗബ കാണുക. അലി റളിയല്ലാഹു അൻഹു ഈ യുദ്ധം കണ്ടപ്പോൾ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ ഹസൻ
ലവദിത്തു അന്നി മിത്തു ഖബല ഹാദാ ബിഇശ്രീന സന. ഈ സംഭവങ്ങൾ നടക്കുന്നതിന് 20 വർഷം മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ മോനെ എന്ന് അദ്ദേഹം പറയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവം ഓർക്കുമ്പോഴെല്ലാം, പ്രത്യേകിച്ച് ഖുർആനിലെ വഖർന ഫീ ബുയൂതികുന്ന എന്ന ആയത്ത് ഓതുമ്പോഴെല്ലാം മഹദി അവറുകൾ അവരുടെ മുഖമക്കന നനയുന്ന തരത്തിൽ കരയുമായിരുന്നു. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ ഭിന്നതകൾക്കിടയിലും അവരുടെ ഉന്നത മാതൃകകളാണ്. ഈ ഭിന്നതകൾക്കിടയിലും അവർ യുദ്ധം കഴിയും, പിന്നെ പരസ്പരം ആഹാരം അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ, നമസ്കരിക്കാൻ അവർ ഒരുമിച്ച് കൂടുമായിരുന്നു, വിശേഷം പറയുമായിരുന്നു. അതുപോലെ തന്നെ ജമൽ യുദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹായുമായുള്ള യുദ്ധം അവസാനിച്ചതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹായെ അലി റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ആദരിക്കുകയും, ബസ്രയിൽ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. ബസ്രയിലെ പ്രമുഖരായ 40 സ്ത്രീകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് ബിൻ അൽ ഹനഫിയ എന്നറിയപ്പെടുന്ന ആ മഹാനായ മകൻ, ഇവരുടെ അകമ്പടിയോടുകൂടി അങ്ങേയറ്റം ആദരവോടുകൂടി ബഹുമതിയോടുകൂടിയാണ് ബസ്രയിൽ നിന്നും മദീനയിലേക്ക് അയക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രദേശങ്ങൾ, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഏത് പ്രദേശത്തിൻ്റെ അമീറായിരുന്നോ അതിൻ്റെ ചില ഭാഗങ്ങൾ റോമൻ ചക്രവർത്തി പിടിച്ചെടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എഴുതിയൊരു കത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു, യാ ലഈൻ, ശപിക്കപ്പെട്ടവനെ, നീ നിന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അലിയുമായി ഒന്നിക്കുകയും വല ഉഖ്രിജന്നക മിൻ ജമീഇ ബിലാദിക് വല ഉളയ്യിഖന്ന അലൈക്കൽ അർള ബിമാ റഹ്മത്. എന്നിട്ട് ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല, നിന്റെ നാട്ടിൽ നിന്ന് പോലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പോരാടി നിന്നെ പുറത്താക്കുന്നതാണ്, ഈ ഭൂമി നിനക്കിടുക്കമാക്കുന്നതാണ് എന്ന് ആ റോമൻ ചക്രവർത്തിക്ക് കത്തെഴുതി. അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയായതിനു ശേഷം, അലി റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം, അലി റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞിരുന്ന ളിറാർ ഇബ്നു ളംറ അൽ കിനാനി റഹ്മത്തുള്ളാഹി അലൈഹി മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലെത്തി. അപ്പോൾ പറഞ്ഞു, സിഫ്ലി അലിയൻ, അലിയെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാവോ? മുആവിയ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ പൊതുവായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ളിറാർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്നെ ഒന്ന് ഒഴിവാക്കി തരാമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, പറഞ്ഞേ പറ്റൂ. അങ്ങനെ വളരെ ഗംഭീരമായ നിലയിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവതരിപ്പിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങേയറ്റം കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ താടി നനഞ്ഞ് ആ താടിയിൽ നിന്നും കണ്ണുനീർ ഇറ്റുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കദാലിക കാന അബുൽ ഹസൻ അഥവാ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെയായിരുന്നു. ഈ സംഭവം ഹില്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ പരസ്പരം അഭിപ്രായ ഭിന്നതകൾക്കിടയിലും ഉയർന്ന മാതൃകകൾ കാഴ്ചവെച്ചവരായിരുന്നു മഹാന്മാരായ സഹാബാക്കൾ. ഉപസംഹാരത്തിൽ ആദ്യമായി പറയാനുള്ളത്, മഹാന്മാരായ സഹാബാക്കളുടെ ഇടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുക, അതിലുള്ള ചർച്ചകൾ ഒഴിവാക്കുക. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മൾ സംസാരിക്കുന്നത്, എഴുതുന്നത്, കേൾക്കുന്നത്, പറയുന്നത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നിനക്കങ്ങേയറ്റം ഉറപ്പില്ലാത്ത കാര്യങ്ങളുടെ പുറകിൽ പോകരുത്. നമ്മൾ പറഞ്ഞു, സഹാബാക്കളെക്കുറിച്ച് ധാരാളം അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ച് സംസാരിക്കരുത്. മഹാനായ ഇമാം മുസനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിയുടെ ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നു, നുംസികു അനിൽ ഖൗദി ഫീമാ ശജറ ബൈനഹും, സഹാബത്തിനിടയിലുണ്ടായ അഭിപ്രായ ഭിന്നതകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യില്ല. ഫഹും ഖിയാറു അഹ്ലിൽ അർളി ബഅദ നബിയിഹിം, നബി തങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠരാണവർ. ഇർതലാഹുമുല്ലാഹു ലിനബിയിഹി, അള്ളാഹു അവൻ്റെ പ്രവാചകന് വേണ്ടി അവരെ തിരഞ്ഞെടുത്തു.
വജഅലഹും അൻസാറൻ ലിദീനിഹി, അല്ലാഹു അവരെ തങ്ങളുടെ ദീനിൻ്റെ സഹായികളാക്കി. ഫഹും അഇമ്മത്തുദ്ദീനി വഅലാമുൽ മുസ്ലിമീൻ, അവർ ദീനിൻ്റെ വലിയ മഹത്തുക്കളാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ മഹാന്മാരാണ് എന്ന് മഹാനവർകൾ പറയും. രണ്ടാമത്തെ കാര്യം, ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെക്കുറിച്ച് പഠിക്കേണ്ടി ഗവേഷണം ചെയ്യേണ്ടി വന്നാൽ, ഒരു പഠനമെന്ന നിലയിൽ അല്ലെങ്കിൽ വിമർശകർക്ക് മറുപടി കൊടുക്കേണ്ടി വന്നാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ സ്ട്രോങ് ആയ, വളരെ ഉറപ്പുള്ള തെളിവുകൾ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മാത്രമായിരിക്കണം അവരെക്കുറിച്ച് നമ്മൾ പഠനം നടത്തേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചരിത്രം എന്ന വിജ്ഞാന ശാഖയിലെ ഒരു മുജദ്ദിദ്, നവോത്ഥാന നായകൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദുക്തൂർ അലി മുഹമ്മദ് അസ്സല്ലാബി ഹഫിളഹുല്ലാഹു തആല. ഏകദേശം 100-ൽ പരം ഗ്രന്ഥങ്ങളാണ്, ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു കിതാബുണ്ട്, ഹഖീഖത്തുൽ ഖിലാഫി ബൈന സഹാബ എന്ന് പറഞ്ഞ് കിതാബ്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ്, ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ചും. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഖളിയത്തു തഹ്കീമൊക്കെ അത് വളരെ വിശദമായി ചർച്ച ചെയ്ത് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, എന്താണ് ഇതിലെ പൊള്ളത്തരങ്ങൾ, ധാരാളം പേജുകളിൽ അദ്ദേഹം വിശദീകരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആ കിതാബുകൾ നമ്മൾ മുമ്പിൽ വയ്ക്കുക സഹാബത്തിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ. മൂന്നാമതായി, സഹാബാക്കളെക്കുറിച്ച് ഒരു തരത്തിലും ഒരു അനാവശ്യവും നമ്മൾ പറയരുത്. ബുഖാരി ഷരീഫിലും മറ്റും വന്ന ഹദീസാണ്, അള്ളാഹു പറയുന്നതായി, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ആര് എൻ്റെ വലിയനോട് ശത്രുത വയ്ക്കുന്നു, ഞാൻ അവരോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇത് ഈ ഉമ്മത്തിലെ ഏതൊരു വലിയൻ്റെ വിഷയത്തിലും ഈ ഹദീസ് ബാധകമാണെങ്കിൽ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ, അവരെക്കുറിച്ച് എന്തു പറയാനാണ്? ആ മഹാന്മാരായ സഹാബാക്കളോട് ശത്രുത വയ്ക്കുക, അവരെ കൊച്ചാക്കുക, ഇത് അള്ളാഹുവിനോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നതിന് തുല്യമാണ്. നാലാമത്തെ കാര്യം, ആ സഹാബാക്കളെ സ്നേഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മർഉ മഅ മൻ അഹബ്ബ, ആരാരെ സ്നേഹിക്കുന്നോ അവൻ അവരോടൊപ്പമായിരിക്കും. സഹാബത്തിനെ സ്നേഹിച്ചാൽ സഹാബത്തിനോടൊപ്പമായിരിക്കും. ഫുട്ബോൾ താരങ്ങളെ സ്നേഹിച്ചാൽ രാവും പകലും വൃത്തികേടുകളിൽ മുഴുകുന്ന അവരുടെ ഫാനാണല്ലോ ഇന്ന് നമ്മൾ ഓരോരുത്തരും വളരെ സങ്കടത്തോടുകൂടി പറയുകയാണ്. എന്നാൽ ചരിത്രത്തിലെ ഇതിഹാസമായ സഹാബാക്കളെക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല. അവരെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മൾ അവരോടൊപ്പമായിരിക്കും. ഇതുപോലെ തന്നെ ആ സഹാബത്തിനെ പിൻപറ്റുക. നമ്മളിവിടെ പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ. ചിലരൊക്കെ പറയാറുണ്ട് സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്, അതുപോലെ ഞങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. സഹാബാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അവർ സ്വീകരിച്ച നിലപാടുകൾ എന്തായിരുന്നു? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലായിരുന്നു അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസത്തിന് ശേഷം അവർക്ക് അങ്ങേയറ്റം ഖേദവും വിഷമവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ അഭിപ്രായ വ്യത്യാസത്തിനിടയിലും അതിന് ശേഷവുമൊക്കെ ഏറ്റവും ഉയർന്ന മാതൃകകൾ അവർ കാഴ്ചവെച്ചു. ഇത് പിൻപറ്റാൻ നമ്മൾ തയ്യാറാകണം. അഞ്ചാമതായി അവസാനമായി പറയാനുള്ളത്, ഈ സഹാബാക്കളെ പ്രതിരോധിക്കാൻ നമ്മൾ തയ്യാറാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ്, ഫമൻ അഹബ്ബഹും ഫബിഹുബ്ബി അഹബ്ബഹും, ആരെങ്കിലും അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് അവരെ സ്നേഹിക്കുന്നത്. അപ്പോൾ നബിതങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ, അവരെക്കുറിച്ച് മറ്റുള്ളവർ അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കുക? സഹാബാക്കളെ വിമർശിക്കുന്നവർ അവർ വെറും ചില ചരിത്ര പുരുഷന്മാരെ വിമർശിക്കുകയല്ല, യഥാർത്ഥത്തിൽ അവർ പരിശുദ്ധമായ ദീനിനെ തകർക്കുക, പൊളിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മഹാന്മാരായ സഹാബാക്കളെ വിമർശിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഷിയാക്കൾ, റാഫിളികൾ ഈ ദൗത്യം നിർവഹിച്ചു വന്നു. ഇന്ന് മുസ്തശ്ശിഖുകൾ, ഓറിയന്റലിസ്റ്റുകൾ ഈ ദൗത്യം ഏറ്റെടുക്കുകയുണ്ടായി. മുസ്തഫ സിബാഇ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അസ്സുന്നത്തു വ മകാനതുഹാ ഫി തശ്യീഇൽ ഇസ്ലാമി എന്ന ഗ്രന്ഥം വായിച്ചു നോക്കുമ്പോൾ ഇവരുടെ അജണ്ടകൾ നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെ വളരെ കൃത്യമായ അജണ്ടകളോടുകൂടി സഹാബാക്കളെ വിമർശിക്കുമ്പോൾ നമ്മളും വളരെ കൃത്യമായ അജണ്ടകളോടുകൂടി പരിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കുക, നബിതങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച
നബിതങ്ങളുടെ സഹവാസത്തിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ആ മഹത്തുക്കളെ, അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള വ്യക്തമായ ഉന്നതമായ അജണ്ടകളോടുകൂടി ഇവരുടെ ഈ വിമർശനങ്ങൾ, ഈ പ്രചരണങ്ങൾ, ഇതിനെ നേരിടാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖും കരുത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സംരംഭത്തെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. വലിയൊരു ദൗത്യമാണ് ഈ സംഘാടകർ ഏറ്റെടുത്തതും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും. അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുഷക്കൂർ അൽ ഹസനി അൽ ഖാസിമി ഹഫിളഹുല്ലാഹു വതവ്വലല്ലാഹു ഫി ഉംരിഹി, മഹാനവറുകൾക്ക് എല്ലാവിധ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. പ്രത്യേകിച്ചും വിനീതന് ഇതിലൊരവസരം നൽകിയതിൽ അല്ലാഹു തആല സംഘാടകർക്ക് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന് എല്ലാവിധ ഖൈർ ബറക്കാത്തുകൾ ചൊരിഞ്ഞു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, മഹാന്മാരായ ഈ സഹാബത്തിനോടൊപ്പം നബിതങ്ങളോടൊപ്പം ഞങ്ങളെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ എന്ന് അല്ലാഹുവിനോട് യാചിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.